വിളിച്ച് ഞാനും അതിന്റെ കൂടെ അങ്ങ് വരുവാ. ഫസ്റ്റ് മീൻ മീൻ വെട്ടി ഏകദേശം നല്ല ഇത്രയും സെറ്റ് ആയിട്ടുണ്ടല്ലോ. ചെതമ്പല് നമ്മൾ ചീകി കളയാം കേട്ടോ. ഓ അവിടെ എവിടെ 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 ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു അടിപൊളി ഒരു വീഡിയോ കേട്ടോ. ഫിഷിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു വീഡിയോ. അതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളവടിയും നെറ്റുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നവരോടാണ്. കാരണം ഈ ഒരു വൈബുണ്ടല്ലോ, ഈ ഫിഷിങ്ങും അത് മീൻ പിടിച്ച് ആ മീനെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ഫീല്, പിന്നെ ഫിഷിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കൂട്ടുകാരും ഫ്രണ്ട്ഷിപ്പും ഒക്കെ, അത് വേറൊരു വൈബ് കേട്ടോ. അത് ആരോടും പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ ഒരു ലഹരി ഉപയോഗിച്ചാലും കിട്ടാത്തൊരു ഫീലാണ് ഫിഷിങ്. അത് എങ്ങനെ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കണമെന്ന് അറിയാത്തൊരു സംഭവം കേട്ടോ ഈ ഫിഷിങ് ചെയ്യുന്നവർ. എല്ലാവരും പറയും നിങ്ങൾക്കൊക്കെ പ്രാന്താണോ വെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, ഫിഷിങ് ഡെയിലി പോകുന്നിട്ടൊന്നും കിട്ടത്തില്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അതൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും ആരോട് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ പോയി ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് പറയുക. നല്ല കിടുക്ക് വീഡിയോ ആണ്. നിങ്ങൾ പോയി കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വിളിക്കളോ ആത്മകം കുറഞ്ഞിരിഞ്ഞെന്നും ഉഴന്നോ ോർക്കലാമാനോർക്കകത്തിൽ ഒരു നേരവും കേൾക്കമാനാകേമനെയാത്തതോർക്കരുതാർക്കും അതിന് പാപം ഫലമായി വരും. ഫസ്റ്റ് മീൻ വേണ്ട ഫസ്റ്റ് മീൻ മൾട്ടിയിലാണ്. ഈ വരുന്നുണ്ട്, സൈസാണെന്ന് തോന്നുന്നു. മീൻ വരുന്നുണ്ട്. ചേറാൻ മൾട്ടി അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. മോനെ കേറാ വേളെ എന്നെ ഫസ്റ്റ് മീൻ കയറി. അല്ല കിടക്കാച്ചിയായിട്ട് മൾട്ടി മോനെ പൊളിച്ച് അങ്ങറ്റത്ത് എവിടുന്ന് അടിച്ചത് പോലെ ഞാൻ കണ്ടില്ല. ചപ്പം കോരികളല്ലേ മൊത്തം നാശമാവും. നമുക്ക് ഫസ്റ്റ് കയറിയ മീനാട്ടോ. മൾട്ടി കയറി നല്ല കറുത്ത ചേറാൻ, അല്ല അടിപൊളി, അല്ല കിടുക്കൻ കരിമുട്ടി സാധനം കേട്ടോ. ഒന്നും പറയാനില്ല. മൾട്ടി ഫ്രോഗ് ഞാൻ കാണിച്ചത് എന്ത് കാണുന്ന പോലെ അടിച്ച് വിഴുങ്ങി കേട്ടോ. ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, അടിച്ച് വിഴുങ്ങി ഉള്ളിലാണ് ഫ്രോഗ് ഇരിക്കുന്നത് കേട്ടോ. അതാണ് മൾട്ടി ഫ്രോഗിൻ്റെ ഗുണം. വന്ന് കയറിയതാണ്ട് ഒരു 1.5 കിലോ 2 കിലോ റേഞ്ചുള്ള ഒരു കിടുക്കാച്ചി ഒരു ചെറുമീൻ. പിന്നെ എടുത്തിട്ട് ബാക്കി കാസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കൊല്ലിയോടെ ഇതെവിടത്താ ഹുക്കർ മൂറോടത്താ. എനിക്ക് നോക്കട്ടെ, എല്ലാം എടുക്കാൻ പറ്റും നോക്കട്ടെ. എടുത്തെടുത്ത് വേണ്ട കേസണ്ടേ. അവിടെ മൾട്ടി ഫ്രോഗ് രക്ഷയില്ല. പുത്തൻ പീസ് കേട്ടോ, മേടിച്ച് കൊണ്ട് എറിഞ്ഞ് നമുക്ക് മീനടിച്ച് നല്ല കിടുക്കാച്ചി ആയിട്ട് അടിപൊളി പറപ്പൻ സാധനം. കൊല്ലി നോക്കൂ. ഇവിടെ വെള്ളം ഇല്ല ഇവിടെ നിന്ന്.
വെള്ളം ഇല്ല. ഗ്ലാസ് ചെയ്ത് നോക്കാം. ഗ്ലാസ് ചെയ്ത് നോക്കാം. അത് ഇറങ്ങി വല്ലതും വന്ന് പൊട്ടിച്ചെങ്കിലേ ഉള്ളു. പോട്ടിടാം. ഇവിടുന്ന് അടിയില്ലെങ്കിൽ കൊണ്ട് അങ്ങനെ അവിടെ കയറ്റിട്ടുണ്ട് അവിടെ അടിക്കണം കേട്ടാ. ഇവിടെ എന്തായാലും ഒരു നോക്കാം. കാണും ചിലപ്പോൾ. വിളിച്ച് ഞാനും അതിന്റെ കൂടെ അങ്ങ് വരുവാ. ഞാനും അതിന്റെ കൂടെ അങ്ങ് വരുവാ. മൾട്ടിക്കകത്ത് അടിച്ചേക്കുന്നുണ്ട്. അധികം പിടിക്കാൻ പറ്റുന്നില്ല. പൊളിച്ച് ഗ്രിപ്പറൊക്കെ എടുക്കടാ. പോയല്ലേ സ്റ്റിക്ക് ഉണ്ടോ? സ്റ്റിക്ക് കൈ കയറല്ലേ. അയ്യോ 10 കിലോ മണ്ടക്കുണ്ട്. നീ ബ്രൈഡ് രസാക്കട്ടെ. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി. ഒരു എങ്ങനെ പോലും ഒരു 10 കിലോ മണ്ടക്കാണ് കേട്ടോ. ഹെവി സാധനം. ഹെവി സാധനം എന്തും മുതലാണോ, എന്തും മുതൽ അടിച്ചേക്കുന്ന മൾട്ടിയിൽ കേട്ടോ. വാഹ അടിച്ചു. അത് നീല കളർ വാഹ. ഒരു രക്ഷയില്ലാത്ത ഇതുണ്ടോ. ഞാൻ സൈസ് നോക്കി. ഞാൻ തമാശ പറഞ്ഞില്ല. എന്റെ അരയറ്റം തൊട്ട് കാല് താഴെ വരെ ഉണ്ട്. അട്ടാറായിട്ട് അല്ലേ, അട്ടാറായിട്ട്. പൊളി മോനെ ചൈനക്കാരൊക്കെ കാണിക്കത്തില്ലേ പിടിക്കുന്നല്ലേ മടിയൊക്കെ. എന്തുകൂടെ തോല കൊണ്ട് കരിമുട്ടി സാധനം. എന്റെ മോനെ പൊളിച്ച് ഇവിടെ കടന്നോ. രക്ഷപ്പെട്ടോ. ഭയങ്കര നമ്മളെ മൾട്ടിക്കത്ത് അടിച്ചു വാണ്ടോ. പൊന്ന് കാഴ്ച. മാതാപിന്നെ ഭയങ്കര വെയിറ്റ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിറ്റ് അത്. പാലൊക്കെ ഒട്ടാറായിട്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ, അതായത് എൻ്റെ ജീവിതത്തിൽ ഫിഷിംഗ് കയറിയുള്ള ഏറ്റവും വലിയ വാഹയുണ്ട്. അതുപോലത്തെ ഹെവി സൈസ്. ഹെവി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ മാന്താപ്പെന്നൊന്നും പറഞ്ഞാൽ പറ്റും. ഇതിന് വേറെ എന്തെങ്കിലും വിളിക്കണം. എന്റെ പൊന്നെ എന്നെ പോയിട്ടാണോ വെള്ളം കണ്ടോടാ. ഇപ്പോൾ ലീഡർ ലൈനാണ് കേട്ടോ. അല്ലേ ഇതിപ്പോ എപ്പോഴും കടിച്ചു പൊട്ടിച്ചത്. 2 ഹുക്കും കയറി. ചൂണ്ടയൊക്കെ രണ്ടായിട്ട് തുറന്ന് ഓപ്പൺ ആയതുകൊണ്ട് ഇതുണ്ട്. എന്റെ പൊന്നെ ചൂണ്ട 2 ഹുക്കും കയറിയാണ്ട് കിട്ടി. അല്ലെ കിട്ടത്തില്ല. പൊളി ഹെവി സാധനം കേട്ടോ. ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ഉണ്ട്. ഇതിൻ്റെ വാലൊക്കെ കണ്ട് ഇങ്ങനെ ആനയുടെ ചെവി പോലെ നമുക്ക് ഇങ്ങനെ പിടിക്കാം. അമ്മാതിരി സൈസ് ഹെവി. ഇതാണ്ട് വീടിക്കകത്ത് പക്ഷെ അത്ര സൈസ് തോന്നുന്നില്ല. ഭയങ്കര സൈസ്. അടി കിട്ടി 2 അടി കിട്ടി. ഗ്രിപ്പർ എടുത്താ. കാലിന്റെ കണ്ടയ്ക്ക് ഉറം കിട്ടി. കൈക്ക് ഉറം കിട്ടി. കൈക്ക് കിട്ടി. കണ്ടയ്ക്കും കിട്ടി. കൈക്ക് കിട്ടി. അത് ngൂരണ. ഗ്രിപ്പർ ngൂരണ. ചാടിപ്പോത്തില്ല. എവിടെ ചാടിപ്പോന. കാലിന്റെ കണ്ടയ്ക്കാ ഗ്രിപ്പർ വന്ന് അടിച്ച്. എന്റെ ഗോയ്സ് ഹെവി സാധനം. ഹെവി. എന്താ പറയാനുണ്ട്. ഇത് കാലൊക്കെ വെച്ചിട്ട് ഒന്നുമില്ലാണ്ട്. ഈ ചിറകിൻ്റെ അത്രേ ഉള്ളു കാല് കണ്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുന്നുണ്ട്. ഈ ചിറകിന് അത്രേ ഉള്ളു കാല്. ബാക്കിയാണ് ഇങ്ങനെ കിടക്കുന്ന മീൻ. എൻ്റെ പൊന്നെ ഇവനെ വീട്ടിൽ കൊണ്ടിടാം. അതായിരിക്കും സേഫ്. കൊല്ലാതെ വീട്ടിൽ കൊണ്ടിട്ട് കുളത്തിലിറക്കാൻ പറ്റും നോക്കാം. ഓക്കെ. കരിമുട്ടി. അപ്പോൾ ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പിടിച്ച മീനെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മൾ അതായത് നമ്മൾ ഫ്രൈയോ ഗ്രില്ലോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. വെറൈറ്റി ആയിട്ട് നമ്മൾ പിടിച്ച മീൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഫുള്ള് റോസ്റ്റ് ചെയ്ത് ബ്രെഡും പൊറോട്ടയൊക്കെ കൂട്ടി റെഡി.
ഫുള്ള് വെളിയിൽ നിന്ന് ആരുമില്ല, നമ്മുടെ ചേട്ടന്മാരും അതായത് എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര പേര് വരുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ ഈ ബാക്കി കാണുന്ന സൈറ്റിൽ നിന്നാണ് നമ്മൾ മീൻ പിടിച്ചത്. നമ്മുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ മീനാണ് കേട്ടോ അത്. നമ്മുടെ ഫിഷിങ് കരിയറിൽ തന്നെ ഏറ്റവും വലിയ മീനാണത്. അതിനെ സേവ് ചെയ്യാൻ നോക്കി, നടന്നില്ല. അത് അന്ന് വൈകിട്ട് തന്നെ അത് ഡെഡായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ എന്തായാലും കളയാൻ പറ്റത്തില്ലല്ലോ, അത്രയും വലിയ മീൻ കിട്ടിയല്ലേ. നമ്മളതിനെ വെറൈറ്റി രീതിയിൽ എങ്ങനെയായാലും നമ്മുടെ ഒരു മെത്തേഡിൽ എങ്ങനെ കുക്ക് ചെയ്യല്ലോ, നല്ല എക്സ്പീരിയൻസ് ഉള്ള കുക്കിങ് അതായിട്ട് താല്പര്യമുള്ള അങ്ങനെ ആരെങ്കിലും വേണം. അപ്പം നമ്മുടെ ഒരു ചേട്ടനുണ്ട്, പുള്ളി നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പുള്ളി വലിയൊരു ഷെഫാണ്. പുള്ളി വലിയ വലിയ പാചകങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ പുള്ളിയെ നമ്മൾ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി ഫ്രീ ആണ്, വരാമെന്ന് പറഞ്ഞു. എല്ലാം പട്ടയെന്നായിരുന്നു കേട്ടോ പ്ലാനിങ് എല്ലാം. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്, പുള്ളിയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഓരോ വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം. നിങ്ങളെല്ലാവരുടെ കട്ട സപ്പോർട്ട് വേണം. നമ്മുടെ ചാനൽ കുറച്ച് ഡൗൺ ആണ്, കാരണം വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്. ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ എടുക്കാനൊക്കെ, ഇപ്പോൾ അനിയനും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ പോയി കണ്ടിട്ട് പോകാം. നിങ്ങളെന്തായാലും മീൻ പിടിച്ച വീഡിയോസൊക്കെ എന്തായാലും മീൻ പിടിക്കുന്നതും കയറ്റുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഇതിനെ എങ്ങനെ കുക്ക് ചെയ്യാം, വെറൈറ്റി രീതി ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ എങ്ങനെ കുക്ക് ചെയ്യുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നൊക്കെയുള്ള ചെറിയ ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടേച്ച് പോവാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ഓക്കെ വയസ്സാണ്ട് നമ്മുടെ മറ്റേ 5 കിലോ സംതിങ് ഉള്ള വാഹ നമ്മൾ ഗ്രില്ലടിക്കാൻ വേണ്ടി പോകട്ടോ. നമ്മുടെ മീൻ ഇതിനകത്തുണ്ട്, ഫുള്ള് ഫ്രീസാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വരുന്നത്, നമ്മൾ അടിയിൽച്ചാൽ വരുന്നുണ്ട്, ബൈക്കിൽ എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മൾ പുഞ്ചയ്ക്കകത്ത് പോയി കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ ഗായ്സ് ആണ്ടേ കൊട്ടവഞ്ചിയ സാധനം എല്ലാം എടുത്ത് വെച്ച് നമ്മളെല്ലാവരും കൂടെ തുഴഞ്ഞ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം സൈറ്റിലോട്ട്. അപ്പോൾ നമ്മുടെ 2 ചേട്ടന്മാർ നമ്മുടെ അളിയനും ഉണ്ട്, ഒരാളൂടെ വരാനുണ്ട്, നമ്മുടെ പാചകം ചെയ്യുന്ന ചേട്ടനാണ്. പുള്ളി വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് സാധനമെല്ലാം നമ്മളിവിടെ ഇറക്കി വെച്ച് നമ്മുടെ അണ്ണൻ അപ്പുറത്ത് വന്നിട്ടുണ്ട്, വിളിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഷെഫ് വന്നിട്ടുണ്ട് അക്കരക്കരയിൽ. അത് നമ്മുടെ ചേട്ടനാണ്. പുള്ളി വേറൊരു പാചകത്തിലായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചേട്ടച്ചാരോട് തുഴഞ്ഞു പോയി വിളിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങോട്ട് കേട്ടോ. ഓ ഗായ്സുണ്ടേ നമ്മൾ പിടിച്ച ഹെവി സാധനം കേട്ടോ, ഹെവി മുതല കിട്. അപ്പോൾ അതിനെ ഷെഫ് മേടിച്ചു ഗൈസ്. അത് പറ്റത്തില്ല. നമ്മൾ മീൻ കംപ്ലീറ്റ് വെട്ടി ഉണ്ട്, റെഡിയാക്കി എടുക്കണം. 5-5.5 കിലോ മണ്ടയ്ക്കുള്ള വാഹ കേട്ടോ, നമ്മുടെ ഹെവി സൈസ് വാഹയാണ്. നമ്മുടെ തുരുത്തി കയറി ഫുള്ള് നമ്മുടെ എല്ലാവരും ഉണ്ട്. വയസ്സാണ്ടേ നമ്മുടെ അളിയൻ ഒറ്റയ്ക്കിരുന്ന് പാവം ഉള്ളി പൊളിക്കുന്നത്, കൊച്ചുള്ളി പൊളിക്കുകയാണ്. അണ്ണാ ഇത് മൊത്തം വേണം അണ്ണാ ഉള്ളി? 1/2 കിലോ ഉള്ളിയുണ്ട്, 1/2 കിലോ. വയസ്സാണ്ടേ നമ്മൾ മീൻ പിടിച്ച സ്റ്റിക്കാണ് കേട്ടോ, നമ്മുടെ മീൻ പിടിച്ച സ്റ്റിക്കും റീലുമാണ്. വയസ്സുണ്ട് നമ്മുടെ തുരുത്തിനകത്ത് കയറി ഫുള്ള് വെള്ളമാണ്, ചുറ്റും വെള്ളമാണ്. തുരുത്തിനകമാണ് അവരവിടെ കുക്കിങ്ങിനുള്ള സാധനം എല്ലാം സെറ്റ് ചെയ്യുന്നു, മീനെല്ലാം വെട്ടുന്നത് ഇതിനകം കേട്ടോ. ഫുള്ള് വെളിയിലെല്ലാം നല്ല വെയിലാണ്, ഇവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മുടെ ചേട്ടന്മാർ 2 പേര് മീനെ സെറ്റ് ചെയ്യാം കേട്ടോ. അവർ മീനെ എല്ലാം റെഡിയാക്കി വെക്കണം. നമ്മുടെ അളിയച്ചാരും നമ്മുടെ ചേട്ടച്ചാരും അവിടെ വന്നിട്ടുണ്ട്. ഒരു ഉള്ളിയൊക്കെ പൊളിക്കുന്ന ചേട്ടച്ചാരാണ് വേറെ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ കുക്കിങ്. വയസ്സുണ്ട് മീൻ വെട്ടി ഏകദേശം നല്ല ഇത്രയും സെറ്റായിട്ടുണ്ടല്ലോ. ചെതമ്പൽ നമ്മൾ ചീകി കളയാം കേട്ടോ. കണ്ടോ ഇങ്ങനെ ചീകിയാണ് എടുക്കുന്നത്. അപ്പം നമ്മളോട് എന്താണ്ട് വെട്ടി സഹായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഒരാളെ കൊണ്ട് തന്നെ പറ്റത്തില്ല, ഒന്ന് പിടിച്ചു കൊടുക്കുകയൊക്കെ വേണം. അപ്പം നമ്മളോടാണ് ഇനി ഹെൽപ്പ് ചെയ്യുന്നത്, വെട്ടി ക്ലീൻ ആക്കിയിട്ട് കാണിക്കണം. മീനെല്ലാം വെട്ടി കഴിഞ്ഞു കേട്ടോ. മീനെല്ലാം വെട്ടി നമ്മളിനി ക്ലീൻ ചെയ്യാൻ പോകണം. നമ്മൾ മീൻ വെട്ടിയിട്ട് ചെതമ്പലും കാര്യങ്ങളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി നമ്മൾ കേട്ടോ. കംപ്ലീറ്റ് സാധനം എല്ലാം വെള്ളത്തിൽ തന്നെയാണ്, മീനൊക്കെ കഴിച്ചോളും. കംപ്ലീറ്റ് ഇനി ക്ലീൻ ചെയ്യണം, മീൻ കഴുകണം. ഇത്രയും പരിപാടിയും കൂടെ ഉള്ളൂ, ബാക്കി പരിപാടിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇനി അടുപ്പ് കൂട്ടണം, ഇതിനുള്ള മസാല കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം, മീൻ കഴുകാൻ പോകണം.
കഴുകി എല്ലാം സെറ്റ് ചെയ്ത് കണ്ടേ എല്ലാവരും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് സംഭവം. പിന്നെ നമ്മൾ തീ എത്തിക്കണം, മസാല കൂട്ടണം, ആ ഉള്ള സെറ്റപ്പിലോട്ട് പോകണം. അളിയിച്ചരണ്ട് പുറകെ ഇരുന്ന് ഉള്ളി പൊളിക്കാൻ തുടങ്ങിയിട്ട് 1/4 മണിക്കൂറോളമായി. 1/2 കിലോ ഉള്ളി ഒറ്റയ്ക്ക് ഇരുന്ന് പൊളിച്ച് തീർക്കുക കേട്ടോ. മഴ ചതിക്കോ, ചെറിയൊരു അടാറും നല്ലൊരു മഴക്കുളൊക്കെ വരുന്നുണ്ട്. എന്താ അറിയത്തില്ല. എന്തായാലും ബാക്കി പരിലോട്ട് ഞങ്ങൾ നീങ്ങാം കേട്ടോ. ഇന്ത്യൻ ആർമിക്കും വരുത്ത നന്ദിയുണ്ടെന്ന്. അടിപൊളി. ഇനി മീനുള്ള അരപ്പും കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഈ കലം വയസ്സാണ്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കടുക് അരച്ചതാണ് കേട്ടോ. കടുക് അരച്ചതാണ് ആഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ കറി ആണെങ്കിൽ കടുക് പൊട്ടിച്ചേ എടുത്തുള്ളൂ. എണ്ണയ്ക്കകത്തിട്ട് കടുക് പൊട്ടിക്കുക ചെയ്യുക. നമ്മൾ മീൻ റോസ്റ്റാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കടുക് അരച്ച് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ കടുക് അരച്ചാണ് ചേർത്തേക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്നത് കൊച്ചുള്ളി കേട്ടോ. കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതാണ് 1/2 കിലോ ഉള്ളി ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 5 കിലോ മീൻ ചേട്ടച്ചാർ പറയുന്നത് 1 കിലോ 1.5 കിലോ ഉള്ളി വേണമെന്നാണ്. നമ്മൾ 1/2 കിലോ മേടിച്ചുള്ളൂ, അതാണിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ. ഗൈസ്, നമ്മുടെ ഉള്ളിയും ഇതൊക്കെ ഇട്ട് വരട്ടിയെല്ലാം റെഡിയാക്കുന്നുള്ളൂ. അതിനിപ്പുറം പ്ലേറ്റ് പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളെ കണ്ടോ? മീൻ പോലും എടുത്ത് വെച്ചില്ല, അതിനിപ്പുറം പ്ലേറ്റ് നീട്ടിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി. ആ സൈഡിൽ കൂടെ പോയി തിരിഞ്ഞ് റൊറ്റ നിൽക്കും. എന്നിട്ട് ഞാൻ വണ്ടി തിരിഞ്ഞപ്പോൾ തിരിഞ്ഞ് ഇപ്പുറത്ത് പോയി. ഫോണ് വന്നു എഴയാൻ വയ്യ. എഴയാൻ വയ്യാത്ത പാമ്പ്. അതറിയത്തില്ല, ഞങ്ങളുടെ ഏരിയ മാത്രമേ ഉള്ളത്. നിങ്ങളുടെ ഏരിയ നല്ല കമന്റ് ആണ് കേട്ടോ. മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറവാണ്, പക്ഷെ ഞങ്ങൾക്ക് മല്ലിപ്പൊടി അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ മല്ലിപ്പൊടി കുറച്ച് ഇടാറുണ്ട്. മുളക് പൊടിയാണ് 3.5 സ്പൂണുണ്ട്. 3.5 സ്പൂൺ മുളക് പൊടി. ഉപയോഗിക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല അതാണത്. പറഞ്ഞു മീൻ വേണ്ടേ, നമ്മൾ മീൻ വെള്ളം വെച്ചിട്ടുണ്ട്. മീൻ വേകാനുള്ള വെള്ളമല്ല, കുറച്ച് വെള്ളം നമ്മൾ ഇതിന് ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കി
ഞങ്ങളുടെ ടെസ്റ്ററാണ് കണ്ടത്. മസാല ടെസ്റ്റ് ചെയ്യുന്നത്, ഗ്രേവി കറക്റ്റാണോ നോക്കുന്നു, എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. ഗ്രേവി കൂട്ടി അടിക്കുന്നു, വെള്ളം ഇറക്കുന്നു. അപ്പുറത്ത് തൊപ്പിക്കാരൻ വെള്ളം ഇറക്കും. തൊപ്പിക്കാരൻ ടേസ്റ്റ് നോക്കാം. തൊപ്പിയില്ലാത്ത ഞാനാണ് ടേസ്റ്റ് നോക്കാം. തൊപ്പിയില്ല, ബുദ്ധിയില്ല. മീനാണെന്നായിരുന്നു മസാല കാണാത്ത. മീനുണ്ടാക്കുന്നതാണ് അത്, മസാലയും ഗ്രേവിയും കേട്ടോ. ലാസ്റ്റ് മീനിടാൻ മസാല കാണത്തില്ല, അതിനിപ്പുറം ബ്രെഡ് കൂട്ടി അടിക്കുന്ന തോന്നുന്നു എല്ലാവരും കൂടി. എല്ലാത്തിനും വിശപ്പായി കേസ്. മീൻ കൂട്ടുന്ന ഗ്രേവി ഉണ്ടാക്കിയാണ്ടോ എല്ലാവരും ബ്രെഡ് കൂട്ടി അടിക്കുക. എല്ലാം വിശന്നാ പറയുന്നത്. മീൻ ഇറക്കാൻ പോകട്ടോ. ഇതെടുത്തു. മീൻ ഇറക്കാൻ പോവാണ്. ഫസ്റ്റ് പീസ് ലെമൺ ടം പീസ് വെക്കുന്ന കേട്ടോ. ഒരാൾക്കൊരു പീസ് കഴിച്ചാൽ വയറ് പറയാം, അമ്മാതിരി പീസാണ്. കീട് ഇപ്പൊ തന്നെ 4 പീസായി. അതോ ഗ്രേവിക്കകത്ത് നോക്ക്. അളിയനും ചേട്ടൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കുന്നുണ്ട്. താണ്ടെ നമ്മുടെ മീൻ ഇനി അത് കുറുകി സെറ്റായിട്ട് വരണം. അപ്പോൾ റോസ്റ്റ് വരുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും നമ്മുടെ കാസ്റ്റിങ്ങിലോട്ട് പോകണം. അവിടെ നമ്മുടെ റോഡും റീലും ഒക്കെ ഇവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും നമ്മുടെ ചേട്ടച്ചാരും താണ്ടെ ഷെഫാണ് നമ്മുടെ ചേട്ടച്ചാര് കേട്ടോ. അപ്പോൾ ചേട്ടച്ചാര് വന്നിട്ടുണ്ട്. പുള്ളി വേറൊരു വർക്കിലായിരുന്നു. ആ വർക്കും കഴിഞ്ഞ് നമുക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പം നേരെ ഇപ്പോൾ ഗൈസ് നമ്മുടെ റോസ്റ്റൊക്കെ ശരിയാവുന്നതിനും വരെ നമ്മൾ കാസ്റ്റിങ്ങിനാണ്. ചെറിയ പരിപാടികളൊക്കെയാണ് കേട്ടോ എല്ലാവരും. ഒരു ചെറുമീനെ കൂടെ പിടിച്ചിട്ട് ഇന്ന് പോകുന്നുള്ളൂ. അടിപൊളി കഴിച്ചുണ്ട്. അവർ കാസ്റ്റ് ചെയ്യണം. നമ്മുടെ കൊട്ടാഞ്ചി കണ്ട സൈഡിൽ കിടപ്പുണ്ട്. ഇതിനകത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. പാചകം ചെയ്യുന്നത് കാണത്തില്ല, അകത്ത ഉള്ളിലാ. എവിടെയാണ് മറിഞ്ഞ് സൈഡിൽ മീൻ മറിഞ്ഞ്, നല്ല മറിച്ചിൽ മറിഞ്ഞ്. കസി കൊന്ന് കഥം ഗൈസ്. ഇനി എന്താ സംഭവം അറിയോ? ഇനി ഇവരുടെ പ്ലാൻ എന്താ വെച്ചാൽ ഇനി ചേട്ടച്ചാരി കൊട്ടാഞ്ചി പോയി ആ മീൻ എടുത്തോണ്ട് വരും. അതാണ് പരിപാടി. മീനാണ് ഉടക്കി വലിക്ക് കണ്ണിലടിച്ചടാ. ഓ അവിടെ എവിടെ എവിടെ മീനെല്ലാം ചത്ത. ഈ ഏരിയയിൽ ഒരു നല്ലൊരു സൈസ് ഒരു മീൻ ഉണ്ടായിരുന്നുണ്ട് അവിടെ ഇങ്ങനെ. അത് കഴിഞ്ഞ് എന്നെ പെരടെ കഴിഞ്ഞ് ഫാസ്റ്റിങ് കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പോകാനുള്ള പരിപാടിയാട്ടോ ഗൈസ്. പോട്ടെ വണ്ടി പോട്ടെ ഗൈസാണ്. നമ്മുടെ കറി വെട്ടി തിളയ്ക്കുള്ളൂ. കറിയല്ലോ ഗൈസ്, റോസ്റ്റ് ആകുന്നേ ഉള്ളൂ. എൻ്റെ പൊന്നെ പീസിന്റെ വലിപ്പം കണ്ടോ ഗൈസ്, അടിപൊളി. നീയൊക്കെ സെറ്റ്. വെള്ളം കിടക്കുന്നുണ്ട്. ഈ അളിയും വള്ളി മൊത്തം വലിച്ചിടങ്ങാൻ വള്ളിയായിരുന്നു.
പ്രേതം പോകുന്നതിലൂടെ കൂടുതൽ പണിയെടുത്തെന്ന് പറയുന്നത്. വരാനുള്ള പാചകം തീർന്നു. മീൻ ഇറക്കാൻ പോകട്ടോ. അപ്പം സെറ്റായില്ലേ അണ്ണാ? പക്ക കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബ്രെഡ് പൊറോട്ട. അങ്ങനെ വായിക്കടെ സെറ്റ്. ബാക്കി നമ്മളെ 3 പേരും വെളിയിൽ നിന്ന് കാസ്റ്റിംഗ് കേട്ടോ. എല്ലാം വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. സെറ്റ് മോനെ പൊളി. പക്കയായിട്ട് കുറുകി സെറ്റായി കേട്ടോ. പീസിൻ്റെ ഒക്കെ നമുക്ക് വലിപ്പം കണ്ടോ എൻ്റെ മോനെ. വയസ്സുണ്ട്. നമ്മൾ അടുപ്പിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിനി അതെല്ലാം തീയൊക്കെ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് അണച്ച് എല്ലാം പക്ക സെറ്റാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. പിന്നെ വെള്ളം ഒഴിച്ചെല്ലാം അണയ്ക്കുക. പിന്നെ നമുക്ക് അടുപ്പിൻ്റെ ആവശ്യമില്ല. കംപ്ലീറ്റ് എല്ലാം അണച്ചിട്ട് പോകണം. എല്ലാം എടുത്തി സെറ്റാക്കിയിട്ട് പോകത്തുള്ളൂ. നല്ലപോലെ വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മളാണ്ട് ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ വൈബ് ഏരിയയാണ്. ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട് നാട്ടിൽ. ഫ്രണ്ട്സ് ആണ്ടേ പൊറോട്ടയും മീനും മീൻ റോസ്റ്റും സാധനം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം എടുത്ത് വെച്ചേക്കുവാണ്. കഴിക്കണം, ടേസ്റ്റ് നോക്കണം, ആസ്വദിച്ചൊന്ന് കഴിക്കണം. നമ്മൾ പിടിച്ച ഏറ്റവും വലിയ മീനാണ് നമ്മൾ മീൻ റോസ്റ്റ് ചെയ്തിരുന്നത് കേട്ടോ. വാഹ റോസ്റ്റ് നടുപ്പീസ് സെൻറ്റർ സെക്കൻഡ് തേടല്ലേ. മക്കളെ പൊളി പൊളി. മോനെ വലിയൊരു ബെഡ്ഷീറ്റ് കൊണ്ടോ നമ്മളൊരു വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ബ്രെഡിനകത്ത് ആദ്യം ബ്രെഡിനകത്ത് ഗ്രേവി മുക്കി പൊളി പൊളി. ആഹാ അടിപൊളി. ഞാനൊരു ഇളക്കാൻ നോക്കിയായിരുന്നു സാധനം കേട്ടോ. മീൻ റോസ്റ്റാന്ന് പറയത്തേ ഇല്ലല്ലേ. അടിപൊളി. നല്ല കിടുക്ക് ഇറച്ചിയൊക്കെ വെച്ച് കഴിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഷെഫുണ്ട്. അതെ പൊറോട്ട വേണ്ട ശരിക്കും. ഞാൻ ബ്രെഡ് ബ്രെഡ് മേടിച്ച് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കഴിച്ചാൽ കിട്ടത്തില്ല ടേസ്റ്റ്. ഇതുപോലെ എവിടെയെങ്കിലും നല്ല സെറ്റ് സൈലന്റ് ആയിട്ടുള്ള ഏരിയയിൽ വന്നിരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ. ഡിഫറെന്റ്
അടിപൊളി അടിപൊളി. മീൻ കഴിക്കുന്നത് ഇവൻ്റെ ഇത് കേട്ടോ. പൈസ ഇളക്കി പറിച്ചിട്ടേക്കുന്നതല്ലേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. എൻ്റെ മക്കളെ ഇതെന്തുവാണെന്നറിയാം, അലുവ പീസല്ല, ഇതാണ് 5 കിലോയുടെ സാധനം കേട്ടോ. അത് ചെല്ലുന്നതിന് മുമ്പ് സൗണ്ട് കേട്ടത്. വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ വെള്ളം പോകാതിരിക്കാൻ വലിച്ചെടുത്ത കൈസ്. പൊളി 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 മൂട്. അപ്പോൾ കഴിച്ചാണ്ടേ ഞങ്ങളെല്ലാവരും പോവാം കേട്ടോ. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ വന്ന സൈറ്റാണ് കേട്ടോ, എല്ലാം ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ആ കിടക്കുന്ന 2 പേപ്പറാണ് കേട്ടോ, പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് അടുപ്പെല്ലാം നമ്മൾ ഭംഗിയായിട്ട് കെടുത്തിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെങ്ങും കുപ്പിയോ കാര്യങ്ങളോ വേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ വന്നിടം എല്ലാം ക്ലീനാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടുന്ന് വിടുവാണ്. അതുകൊണ്ട് എല്ലാവരും പോയി, നമുക്കൂടെ ഉള്ളു പോകാൻ. ഓക്കെ. കരിമീനൊക്കെ പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ കഴിച്ചണ്ടേ നമ്മൾ ഫുഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ പാത്രം വെച്ച് സാധനങ്ങളും കുപ്പി കാര്യങ്ങളെല്ലാം നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ആയിട്ട് നമ്മൾ അവിടെ കരയ്ക്കോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. നമ്മുടെ ഫുഡ് വെച്ച പുള്ളി ഷെഫാണ് കേട്ടോ. പുള്ളി പ്രോപ്പറായിട്ട് ഹെവി വലിയ ഫുഡിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഷെഫാണ്, നമ്മുടെ ചേട്ടച്ചാരാണ്. അപ്പം പുള്ളി ഇതുപോലെ വലിയ വലിയ ഫംഗ്ഷന്, അതായത് പെരവാസ്തുലി, കല്യാണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹെവി ഫുഡ് ചെയ്യും. പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, ആഡ് ചെയ്തേക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ ബൈ.